ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പുതിയൊരു റെസിപ്പി ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ചാൽ ഉണക്ക ചെമ്മീൻ ചമ്മന്തി. ഉണക്ക ചെമ്മീൻ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ: ചെമ്മീൻ, ഇതിപ്പോൾ 2 കവറുണ്ട്. 2 കവർ ചെമ്മീൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതാണ്. അതിൽ അഴുക്കും പൊടിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത 2 കവർ ചെമ്മീനുണ്ട്. ഇത് തേങ്ങ ചിരകിയത്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, അത് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് രണ്ടായിട്ട് ഇതാക്കിയിട്ട് അരിഞ്ഞിട്ടപ്പോൾ ഉണ്ട്. പിന്നെ വറ്റൽമുളക്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ചട്ടി അടുപ്പ് വെക്കുക. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിരകി വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്കിത് ഇനി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം പരുവത്തിലേക്കൊന്ന് മൂത്ത് വരണം. നമുക്കത് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്ത് എടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പിഴുപുളിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ പിഴുപുളി എന്ന് പറയും, ചിലർക്ക് വാളംപുളി എന്നൊക്കെ പറയും. പുളി കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കണം. അതിനൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയത്തേക്ക് ആറാൻ വെക്കാം. എന്നാലും നമുക്കിത് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ആ സമയം കൊണ്ട് കൊഞ്ചൊന്ന് ചൂടാക്കി എടുക്കാം. കൊഞ്ച് ചൂടാക്കാനായിട്ട് നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. പാത്രം ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. കൊഞ്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് നേരം വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ചൂട് പിടിച്ചാൽ മാത്രം മതി. നമ്മുടെ ചെമ്മീൻ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. നമ്മുടെ വറുത്ത ചെമ്മീനും വറുത്ത തേങ്ങയും എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ചെമ്മീൻ ചമ്മന്തി, ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ വിജയിപ്പിക്കണം. നന്ദി.